ഈ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇവിടെ വരാറുള്ളതാണോ? സ്ഥിരമായിട്ട് വരാറുള്ള ഇന്നലെ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയായിട്ട് 12 മണിക്കാണ് ഞങ്ങൾ ഈ ആനയുടെ കരച്ചിൽ കേട്ടിട്ട് വന്നത്. രാത്രി 12 മണിക്ക്. രാത്രി 12 മണിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഉള്ള സ്ഥിതി വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ആന പെട്ടുപോയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് കിടക്കുന്ന കുട്ടിയാന കുട്ടിയാന ഈ കിണറ്റിൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ചുറ്റുവട്ടം കംപ്ലീറ്റ് ആനകൾ വേറെ ഇതിൻ്റെ കാവൽ നിൽക്കുകയാണ് കേട്ടോ. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 28 ആന മിനിങ്ങാന്നുണ്ടായിരുന്നു. ആ കൂട്ടം തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നാണ്. 28 ആന ഈ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ റോഡിൻ്റെ തൊട്ട് ഭാഗത്ത് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെ മറ്റുള്ള ആനകൾ ഓടിച്ചു. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഓടിച്ച് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ വീണ് കൈക്ക് പരിക്കേറ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്നും എല്ലാവരും 4 ദിവസമായി തുടർച്ചയായുള്ള തുടർക്കഥയാണ് ഇത് കണ്ട്. ഞാൻ ഇതിന് ഒരു 500 മീറ്റർ അപ്പുറം ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ എന്തെങ്കിലും ഇത് സ്ഥിരമായിട്ട് ആന വന്നാണ്. നമ്മൾ ഫോറസ്റ്റിൽ നമ്മൾ വിവരം അറിയിക്കും. അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 പേര് വരും. അവർ വന്ന് പടക്കം പൊട്ടിച്ചിട്ട് പോകണമെങ്കിൽ ആന ഒരിക്കലും പോകില്ല. ഒരു ശാശ്വതമായൊരു പരിഹാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫെൻസിങ് ഇടുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കുറച്ച് ഫെൻസിങ് ഇട്ടുകൊണ്ട് യാതൊരു കാര്യം ഇതിനകത്തുള്ള പ്രാബല്യത്തിൽ ഇത് വരാൻ പോകുന്നില്ല. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെങ്കിൽ 13 കിലോമീറ്റർ ട്രെഞ്ച് താത്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഈ മരങ്ങളൊക്കെ രാത്രി ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് വന്ന് ഓടിച്ചാണ് ഈ മരങ്ങളെല്ലാം ആന. ഇതുപോലെ തന്നെ പല സ്ഥലത്തും എല്ലാ ദിവസവും ആനയുടെ ശല്യമാണ്. ആന തന്നെയല്ല, ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും, കടുവ വരെയുള്ള മൃഗങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ആനയുടെ ശല്യമാണ് രൂക്ഷമായിട്ടുള്ളത്. ആനയുടെ ശല്യമാണ് രൂക്ഷമായിട്ടുള്ളത്. ഒരു കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് കിട്ടൂല. അങ്ങോട്ട് പൈനാപ്പിൾ ആയാലും വാഴയായാലും വേറെ എന്ത് വെച്ചാലും ഇപ്പം ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇന്നലെ രാത്രിയിലെ അനുഭവമാണ് ഈ തദ്ദേശവാസിയായ അദ്ദേഹം പറഞ്ഞത്. നമുക്ക് കൂടുതൽ ആളുകളുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. 28 ആനകൾ മിനിങ്ങാന്ന് ഇറങ്ങി അതിനെ കണ്ടു എന്നാണ്. അതായത് വലിയൊരു കാട്ടാനക്കൂട്ടം തന്നെയാണ്. അതാണ് ഗവൺമെന്റ് തീരുമാനം. ഗവൺമെന്റ് തീരുമാനം ജനങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുക എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ക്ഷുദ്രജീവികളെ കൊല്ലാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ ബാധകമല്ല. കേരളത്തില് ഗവൺമെന്റും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ജനദ്രോഹ നടപടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ഇതിന്റെ പേരിൽ സമരങ്ങൾ ചെയ്തതാണ്. ഒരു ഫലം ഉണ്ടായില്ല. ഇവിടെ മനുഷ്യ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇടയ്ക്കല്ല. ഇത് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് നിരന്തരം തന്നെ ഈ ശല്യങ്ങളുണ്ട്. ഇത് ഈ ആനശല്യം മാത്രമല്ലല്ലോ, ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഫണ്ട് 2.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 3 നിയോജകമണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചത്. ആ ഫണ്ട് ഇന്ന് 4 മാസമായി ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞല്ലാണ്ട് അതിനൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നാണ്. അതിനൊരു നടപടി ഉണ്ടായാൽ തന്നെ ഒരു ശാശ്വതമായ പരിഹാരമല്ല. എന്നാൽ തന്നെ ജനങ്ങൾക്ക് പേടി കൂടാതെ കിടന്ന് നടക്കാൻ പറ്റും. ഈ 3-4 ദിവസമായിട്ട് ഈ പ്രദേശങ്ങളിലുള്ള ഒരു അതിഭീകരമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കണേ. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന ആന എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. 2 മണിക്ക് ഓരോ കുടുംബക്കാരും നമ്മളെ വിളിക്കുന്ന സമയങ്ങളിൽ അവർ പേടിച്ച് വിറച്ചാണ് വിളിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 28 കാട്ടാനിറങ്ങി കാട്ടാനിറങ്ങി ഈ വലിയത്തോട് മുളകുഴി പ്രദേശത്ത് എല്ലാ ദിവസവും ഞങ്ങൾ മെമ്പർമാരെ ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫോറസ്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ ജീപ്പില്ല, ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീപ്പില്ല അവർക്ക് വരാനായിട്ട്, വേറെ സ്ഥലത്ത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ജീവന് ഒരു വിലയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് കാണുന്നില്ല. അവരുടെ 2500 ഏക്കറോളം കൃഷിഭൂമിയാണ് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് ലോഡ് കൊണ്ടൽ സാധനങ്ങൾ, കപ്പ, ചേന മുതലായവർ ഇവിടുന്ന് കയറിപ്പോയിരുന്ന. ഇപ്പൊ 1 കിലോ കപ്പ ഇവിടെ മേടിച്ചതിനുണ്ട് ഗതികേടിൽ കർഷകരെത്തി. നിങ്ങൾ പോകുന്ന ഇവിടെ ഈ റോട്ടിൽ തന്നെ ഒത്തിരി നാശനഷ്ടങ്ങൾ പറ്റി ഈ ദിവസങ്ങളിൽ തന്നെ. അതും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും.